എല്ലാവർക്കും ഞങ്ങളുടെ ഫാമിലിയുടെ ഹാപ്പി ക്രിസ്മസ്. ഇന്ന് എല്ലാവരും സന്തോഷമായി തീരട്ടെ. ഞങ്ങൾക്ക് എല്ലാവർക്കും പനിയാണ്. ഞങ്ങൾ ഇന്നലെ ആശുപത്രിയിൽ പോയിരുന്നു പത്തനംതിട്ടയിൽ. ഇവന് പ്രത്യേകിച്ചും പനിയാണ്. ഒരാഴ്ചയായിട്ട് അവനെ കണ്ട് ആശുപത്രിയിൽ പോയി ഞങ്ങൾ പോയിട്ട് വന്നപ്പോൾ ഞങ്ങൾക്ക് 5 കിലോ ഏത്തയ്ക്ക 200 രൂപയ്ക്ക് കിട്ടിയത്. ഞങ്ങൾ മേടിച്ച് ഇന്നലെ തൊട്ട് ഞങ്ങളത് പുഴുങ്ങി തിന്നുകൊണ്ടിരിക്കുന്നു. ഇന്ന് രാവിലെ ഞങ്ങളുടെ കാപ്പി ഏത്തയ്ക്കായും ചായ കഴിക്കുന്നവർ അത് കഴിക്കുന്നുണ്ട്. നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മൾ സന്തോഷമുള്ളവരായി മാറുക. നമുക്ക് ഓരോ ദിവസവും കർത്താവ് സന്തോഷം തരുന്നുണ്ട്. ഓരോ ഉത്സവങ്ങളാണെങ്കിലും ഓണമാണെങ്കിലും ക്രിസ്മസൊക്കെയാണെന്ന് പറഞ്ഞാലും നമ്മൾ അതിനെ സന്തോഷിക്കുമ്പോൾ എത്രയോ പേര് ദുഃഖിക്കുന്നവരുണ്ട്. എത്രയോ പേര് നമ്മൾ വീട്ടിൽ നല്ല ഭക്ഷണങ്ങൾ കഴിക്കുമ്പോഴൊക്കെ എത്രയോ പേര് ആഹാരം കഴിക്കാൻ ബുദ്ധിമുട്ടുന്നവരുണ്ട്, ആശുപത്രിയിലായിരിക്കുന്നവരുണ്ട്. എന്നാൽ നമ്മൾ ആ സമയങ്ങളിൽ സന്തോഷം കൊണ്ടാടുമ്പോഴും നമ്മൾ ഒരു മിനിറ്റ് ദൈവത്തെ എപ്പോഴും നമ്മൾ ഓർത്തുകൊണ്ടിരിക്കണം. ഈ ലോകമെന്ന് പറഞ്ഞാൽ പരാജയത്തിൻ്റെ ഒരു ലോകമാണ്. അപകടങ്ങളും ആപത്തുകളും നമ്മളൊരു വഴിയിൽ ഇറങ്ങിപ്പോയാൽ തിരിച്ച് നമ്മൾ വരുമോ എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ലാത്തൊരു കാലഘട്ടത്തിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ യേശു കർത്താവ് നമുക്ക് വേണ്ടി ലോകത്തിലേക്ക് കടന്നു വന്ന് ഇന്ന് ജനിച്ചൊരു ദിവസമാണ്. നമ്മൾ അതൊരു ഉത്സവമാക്കാതെ സന്തോഷത്തോടെ നമ്മൾ പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകണം. ഞങ്ങളും സന്തോഷത്തോടെയാണ് യേശു ഞങ്ങൾക്ക് വേണ്ടി ജനിച്ചു എന്ന് സന്തോഷത്തോടെ ഓർക്കുന്ന ദിനം. ഞങ്ങൾ ശാരീരികമായ പനിയൊക്കെ ഉണ്ട് എങ്കിലും സന്തോഷിക്കുന്നു. അതൊരു ആഡംബരവും അല്ലെങ്കിൽ ഉത്സവം ആക്കുന്നില്ല. പ്രാർത്ഥനയോടെ നിങ്ങൾ പോവുക. അതാണ് ഇന്നത്തെ എൻ്റെ ഒരു മെസ്സേജ്. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. അടുത്ത പുതുവത്സരം നമുക്ക് വരുവാണ്. അതിനെ നമ്മൾ വരവേൽക്കുക. സന്തോഷത്തോടെ പ്രാർത്ഥനയോടെ വരവേൽക്കുക.